പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായി കർത്താവിൻ്റെ കരങ്ങളിൽ അസാധാരണമായ വഴികളുണ്ടെന്ന് നീ വിശ്വസിക്കുക. അസാധാരണമായ വഴികൾ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെടരുത്. വേദനിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടി പ്രാർത്ഥിക്കാൻ കഴിയാത്ത വണ്ണം മനസ്സ് സങ്കീർണമായി കലുഷിതമായി ആരും ഈ സമൂഹത്തിലായിരിക്കേണ്ട. കർത്താവിന് ഒന്നും അസാധ്യമല്ല. കടലിൽ പോയി ചൂണ്ടയിടാൻ പറയാ കർത്താവ്. ചൂണ്ടയിട്ട് കിട്ടുന്ന മീൻ്റെ വായിൽ എന്തുണ്ടായിരിക്കും? നാണയുണ്ടായിരിക്കും. ഇതൊരു നോർമൽ പ്രവൃത്തിയല്ല. ഇത് കർത്താവിന് മാത്രമേ പറ്റൂ. എത്ര പേര് മീൻ പിടിക്കാൻ പോകുന്നു? ആ മീൻ പിടിക്കുന്ന കൂട്ടത്തിൽ മീൻ പിടിച്ച് കിട്ടുന്ന എല്ലാ മത്സ്യത്തിൻ്റെ വായിൽ നാണയമുണ്ടെങ്കിൽ എന്തൊരു സുഖമല്ലേ? മീൻ പിടിച്ച് കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ നാണയം നമ്മൾ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞു, നീ ചൂണ്ടയിടണം. ആ മത്സ്യത്തിൻ്റെ വായിൽ എന്തുണ്ടായിരിക്കും? നാണയമുണ്ടായിരിക്കും. ആ നാണയം എടുത്ത് എന്ത് ചെയ്യണം? എനിക്ക് നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക, എനിക്ക് നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ കർത്താവ് ഒരു അസാധാരണമായ പ്രവൃത്തി ചെയ്യാണ്. ആ മീൻ്റെ വായിൽ ഒരു നാണയം കർത്താവ് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങൾ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, നൊമ്പരങ്ങൾ, വേദനകൾ, ഇതെല്ലാം പരിഹരിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ അസാധാരണമായ വഴികളുണ്ട്.